ഹല്ലേലൂയ. ദേവദാസനിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം നമ്മൾക്ക് കേൾക്കുവാൻ തക്കോണം ഇടയായല്ലോ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അനേക സഭകൾ ക്രൂശ് സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ വെച്ച് ആരാധിക്കുന്നുണ്ട്. മാത്രമല്ല ജംഗ്ഷനുകളിലൊക്കെ കുരിശ് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും കഴുത്തിൽ അണിയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ എന്താണ് ക്രൂശ് ഒന്ന് പരിശോധിക്കുകയാണ്. നാം ഇങ്ങനെ ആയിരുന്നോ ക്രൂശിനെ കണ്ടത്, നാം മനസ്സിലാക്കിയത് എന്ന് നാം ഒന്ന് ചിന്തിക്കണം. എന്താണ് ക്രൂശ്? എന്നാൽ പലർക്കും അതിനെ ആരാധിക്കുകയും, നമുക്കറിയാം ചില വീടുകളിലൊക്കെ കുരിശ് വെച്ചിട്ടാണ് ആരാധിക്കുന്നത്. എന്താണ് ക്രൂശ് എന്ന് അറിയാതെയാണ് പലർക്കും. അപ്പൊ നമുക്ക് ഒന്ന് പരിശോധിക്കാം. നമ്മൾ വായിച്ച ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്. നമ്മൾക്ക് പ്രശംസിക്കുവാനുള്ളത് കർത്താവിന്റെ ക്രൂശിലാണ്. അതിനാൽ അടുത്തതാണ് പ്രധാനപ്പെട്ടത്. അതിനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കും. അവനാൽ അതായത് യേശുക്രിസ്തുവിനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടു. നമുക്കറിയാം നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്നതാണ് യേശുക്രിസ്തുവിന്റെ രക്തം. എന്നാൽ നമ്മുടെ മനുഷ്യൻ അല്ലെങ്കിൽ നമ്മളിലെ മനുഷ്യന്റെ ദുഷിച്ച പാപപ്രകൃതിയുണ്ട്. പാപത്തിന്റെ ആ സ്വഭാവം നമ്മളിൽ നിന്ന് മാറ്റുന്നത് ക്രൂശാണ്. പാപത്തിന്റെ ആ ദുഷിച്ച അവസ്ഥ നമ്മളിൽ നിന്ന് മാറുന്നത് ക്രൂശ് മുഖാന്തരമാണ്. റോമാലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. നമ്മുടെ പാപശരീരത്തിന് നീക്കം വരണം. നമ്മുടെ പാപശരീരമായിരുന്നു, അതിന് നീക്കം വരേണ്ടതിന് പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നമ്മുടെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. അപ്പോൾ ഈ പഴയ മനുഷ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾ രക്ഷിക്കപ്പെടുന്നതിനു മുമ്പുള്ള ഒരാളുടെ അവസ്ഥയാണ് പഴയ മനുഷ്യൻ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടാത്ത ഒരാൾ ഇന്നും പഴയ മനുഷ്യൻ. രക്ഷിക്കപ്പെട്ടവർ മാത്രമേ പുതു മനുഷ്യനാകുകയുള്ളൂ, അതായത് ക്രിസ്തുവിനോട് ചേരുകയുള്ളൂ. റോമാലേഖനം 10-ാം അധ്യായം 9-ഉം 10-ഉം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. യേശുവിനെ കർത്താവെന്ന് അടുത്ത വാങ്ങോട്ട് വെച്ചു. കർത്താവായ യേശുവിനെ വായ് കൊണ്ട് ഏറ്റുപറയണം. എന്നിട്ട് ദൈവം എന്താണ് പറയേണ്ടത്? ദൈവം എന്നെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന ഒരാൾ യേശുക്രിസ്തുവിനെ വായ് കൊണ്ട് ഏറ്റുപറയണം എന്നാണ് ദൈവം പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ രക്ഷിക്കപ്പെട്ട മനുഷ്യനെയാണ് പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത്, ക്രിസ്തുവിലുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. അല്ലാത്തിടത്തോളം കാലം നാം ആരാണ്? ആദാമിന്റെ കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ ആദാമിൽ ജനിച്ചവരാണ് നമ്മൾ. നമുക്കറിയാം ഈ ലോകത്തിൽ നമ്മൾ ഒരുപാട് മെച്ചപ്പെട്ട ജീവിത ശൈലി പുലർത്തുന്നവരാണ്, അല്ലെ? പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നമ്മളെക്കാൾ മെച്ചപ്പെട്ട ജീവിത നിലവാരം പുലർത്തുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. നാം ഈ ലോകത്തിൽ എത്ര നല്ലതായി ജീവിച്ചെന്ന് പറഞ്ഞാലും നാം എവിടെയാണ് നിൽക്കുന്നത്? രക്ഷിക്കപ്പെടാത്ത ഒരാൾ മനുഷ്യനെ കുറിച്ച്, പഴയ മനുഷ്യനെയാണ് പറയുന്നത്. ഈ പഴയ മനുഷ്യൻ ആര് തന്നെയാണ്? പാപി തന്നെയാണ്. നമ്മൾ എത്ര ലോകത്തിൽ നല്ലതായി ജീവിച്ചാലും രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ ആരാണ്? പഴയ മനുഷ്യനാണ്. അതുകൊണ്ട് ലോകത്തിലുള്ള ആളുകൾ എന്താണ്? നല്ലതായി ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്നു? ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കുന്നു, ഒരുപാട് നല്ല പുസ്തകങ്ങൾ വായിക്കുന്നു. അതുകൊണ്ട് മെച്ചമുണ്ടാകുന്നില്ല എന്നുള്ളതല്ല. നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ആരാണ് അവർ? അവർ പാപികൾ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം. റോമാലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. പാപസംബന്ധിയായി മരിച്ചവരായ നാം അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഇനി അതിൽ ജീവിക്കുന്നത് പാപ സംബന്ധമായി നമ്മൾ മരിച്ചുപോയി. നമ്മൾ പാപം ചെയ്ത് പാപികളാകുകയാണ്.
അതുപോലെയല്ല, ആദാമിൽ ജനിച്ചത് കൊണ്ട് നാം എല്ലാം, ആദാമ്യ സന്തതികളെല്ലാം പാപികളാണ്. നമ്മുടെ ഈ ലോകത്തിനിയും ജനിക്കാനിരിക്കുന്ന മനുഷ്യൻ, അതായത് കർത്താവിന്റെ വരവ് വരെ ജനിക്കുന്ന മനുഷ്യനെല്ലാം ആരാണ്? പാപികളാണ്. പാപത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് ആദാമിൽ ജനിച്ച ഒരാൾക്ക് പൂർണ്ണമായി നല്ലൊരു മനുഷ്യനായി ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അവൻ ശ്രമിച്ചു കഴിഞ്ഞാലും ലോകത്തിൽ നല്ല മനുഷ്യനായി എന്ത് ചെയ്യാം? ജീവിക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലൊരു മനുഷ്യനായി ജീവിക്കാം. പക്ഷേ ദൈവം നോക്കുമ്പോൾ പാപി തന്നെയാണ്. സാത്താന്റെ വഞ്ചനയിൽ അകപ്പെട്ടു പോയ ആദാം പാപിയായി തീർന്നത് കൊണ്ട് എല്ലാ മനുഷ്യനും പാപിയായി തീർന്നു. ഈ പാപ അവസ്ഥയിൽ നിന്ന്, ഈ പാപ ജനനത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. നാം പാപികളായ നാം മരിച്ചാൽ മാത്രമേ നമുക്കൊരു ജനനം ഉണ്ടാകൂ. ജീവിച്ചിരിക്കുന്നവർക്ക് പിന്നെ ഒരു ജനനം ഉണ്ടാകും? ഇല്ല. ഞാനിന്ന് ജീവിച്ചിരിക്കും, ഒന്നുകൂടെ ഒന്ന് ജനിച്ചേക്കാന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ മരിക്കണം. എന്റെ പാപ സ്വഭാവം മരിച്ചാൽ മാത്രമേ എനിക്കൊരു പുനർജീവനം ഉണ്ടാകുകയുള്ളൂ. ദൈവവചനം പറയുന്നത് മരണമാണ് വിമോചനത്തിന്റെ മാർഗം. പക്ഷെ നമുക്ക് മരിക്കാനായിട്ട് കഴിയുകയില്ല. നമുക്ക് സ്വയം മരിക്കുക എന്ന് പറയാൻ നമ്മൾ ഇതായി ആത്മഹത്യയായി. അത് നമുക്ക് ദൈവവചനം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അപ്പോൾ നാം എന്ത് ചെയ്യണം? പുതിയതായി ഒന്ന് ജനിക്കണം. നമ്മുടെ പഴയ മനുഷ്യനെ നാം മാറ്റണം. റോമാലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ അത് വായിച്ചോട്ടോ. റോമാലേഖനം 6:6. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ പാപ ശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നാം പാപത്തിന് ഇനി അടിമപ്പെടാതെ വണ്ണം നമ്മുടെ പാപ ശരീരം നീക്കം വരേണ്ടതിന് പഴയ മനുഷ്യൻ അവനോടെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം. പഴയ മനുഷ്യനെ ക്രൂശിക്കപ്പെടണം. നാം രക്ഷിക്കപ്പെട്ടവർ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ അവസ്ഥയിൽ കൂടെ ഒക്കെ കടന്നുപോയോ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാണോ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കും. പാപിയെ ക്രൂശ് പിന്നെയും ക്രൂശിക്കുകയാണ്. പാപ അവസ്ഥയിലായിരുന്നു നമ്മളെ യേശു ക്രിസ്തുവിനോട് കൂടെ എന്ത് ചെയ്തു? അങ്ങ് ക്രൂശിച്ചു. ക്രൂശിക്കപ്പെട്ടപ്പോൾ ആദാമ്യ പാപത്തിൽ നിന്ന്, ആദാമിൽ നിന്ന് നമുക്ക് ലഭിച്ച പാപത്തിൽ നിന്ന് ഒരു വിടുതൽ ഉണ്ടായി. ക്രിസ്തുവിന്റെ ജീവൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നു. നാം പള്ളിയിൽ വന്നു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്കൊരു വളർച്ച ഉണ്ടാകുകയില്ല എന്നല്ല. ദൈവവചനം കേൾവിയിലൂടെയാണ് നമുക്ക് വളർച്ച ഉണ്ടാകുന്നത്. ക്രിസ്തുവിന്റെ മരണം മൂലം നമുക്ക് ആദാമിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്ന് നമ്മൾക്ക് വിടുതൽ ലഭിച്ചു. അവനോടുകൂടെ മരിച്ചവരായ നാം പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. നമ്മൾ അവനോടുകൂടെ എന്ത് ചെയ്തു? മരിച്ചു. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 14. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 14. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കും. മതി. അപ്പൊ നോക്കുക, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തിപരമായി അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് കൂടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പിന്നെയും മരിക്കും. യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ത് ചെയ്തത്? ക്രൂശിൽ മരിച്ചത്. ഇനി നമുക്ക് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കയറി മരിക്കാനായി നമുക്ക് സാധിക്കുകയില്ല. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നാം വിശ്വസിക്കുക വഴി, അതായത് ആദാമ്യ പാപത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു എന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുക വഴി നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചിരിക്കുന്നു എന്നാണ്. അത് നമ്മൾ വിശ്വാസത്താൽ ഏറ്റെടുക്കേണ്ട കാര്യമാണ്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ ആര് ക്രൂശിക്കപ്പെട്ടു? നമ്മളും ക്രൂശിക്കപ്പെട്ടു. അനാദി കാലം മുമ്പേ യേശുക്രിസ്തുവിൽ നമ്മളെല്ലാം തെരഞ്ഞെടുത്തിരിക്കുക. ആ തെരഞ്ഞെടുത്തവരെ എന്ത് ചെയ്തു? യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അവരെല്ലാം മരിച്ചു. അങ്ങനെ നമ്മളും എന്ത് ചെയ്തു? ആ കൂടെ മരിച്ചു. അതെങ്ങനെ നമ്മൾ മരിക്കുന്നു? അത് വിശ്വസിക്കുക വഴിയാണ്. ഇത് ഈ ലോകത്തിലെ ആളുകൾ നോക്കുമ്പോൾ ഇതൊരു ഭോഷത്വമായ ഒരു ഫൂളിഷ് ഇടപാട്. അതുകൊണ്ടല്ലേ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോൾ സ്വന്തം ക്രൂശിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാത്ത യേശുക്രിസ്തു എങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് കാണാറില്ലേ? കമന്റുകൾ കാണാറ്. ഇതാണ് ഭോഷത്വം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 25 ഞാൻ വായിക്കാം. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. ദൈവത്തിന്റെ ഭോഷത്വം, ദൈവം ഭോഷത്വം കാണിച്ചു എന്നല്ല, അല്ലെങ്കിൽ ദൈവത്തിന് ഭോഷത്വം ഉണ്ടായി എന്നല്ല ഇവിടെ പറയുന്നത്. ഈ ലോകത്തിന്റെ കാഴ്ചയിൽ
ദൈവം കാണിച്ചിരിക്കുന്നത് എന്താണ്? ഭോഷത്വമാണ്. ക്രിസ്തുവിന്റെ ഭോഷത്വമാണ് നമ്മളെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായത്. ദൈവത്തിന്റെ ഭോഷത്വമാണ്. നിസ്സഹായനായി ക്രൂശിൽ കിടക്കുന്ന ഒരു മനുഷ്യന്, കൂടെയുള്ള ഒരു മനുഷ്യനെ കൂടെ എങ്ങനെ രക്ഷിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നതാണ് ലോകത്തിന്റെ ഭോഷത്വം. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അതാണ് അവന്റെ രക്ഷ. നമുക്കറിയാം, റോമൻ സമൂഹത്തെ നാം പരിശോധിക്കുമ്പോൾ അവർക്ക് ക്രൂശ് എന്ന് പറയുന്നത് വൃത്തികെട്ട ഒരു വാക്കുപോലെയാണ് അവർ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് യേശുവിനെ ക്രൂശിൽ തറയ്ക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചപ്പോൾ ക്രൂശിലേക്ക് പോകും, ക്രൂശിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസ് എന്ത് ചെയ്യുന്നു? കർത്താവെ, അങ്ങനൊന്നും നടക്കരുത്. പത്രോസിനോട് എന്താ പറഞ്ഞേ? താത്താനെ പോയിക്കോണമെന്നാ പറഞ്ഞേ, അല്ലേ? ഇത് പത്രോസിന് വരെ യേശുക്രിസ്തുവിനെ അവർക്കത് തിരിച്ചറിഞ്ഞില്ല. പത്രോസിന് പോലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ നാം കുറ്റം പറയുന്നതിൽ തെറ്റില്ല. അവരുടെ കാഴ്ചയിൽ എന്താണ്? അത് ഭോഷത്വമാണ്. ആ ഭോഷത്വമാണ് ദൈവം നമുക്ക് വിജയകരമായ ഒരു പുതിയ ജീവിതം നമുക്ക് നൽകി തന്നത്. യേശുക്രിസ്തു പത്രോസിനെ ശാസിച്ചത് അവൻ ക്രൂശിലേക്ക് പോവുകയായിരുന്നു. നമ്മുടെ കർത്താവ് ക്രൂശിലേക്ക് പോവുകയായിരുന്നു. ആ ക്രൂശിനെ നിഷേധിച്ചത് കൊണ്ടാണ്. ക്രൂശിനെ നിഷേധിക്കുന്നത് ആരാണ്? പത്രോസ് അല്ല, പത്രോസിലേക്ക് കടന്നുകൂടിയ പിശാച. ക്രൂശിലേക്ക് പോകാൻ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. എവിടോട്ടാ പോയത്? ക്രൂശിലേക്കാ പോയത്. ഞാൻ സ്ഥലം ഒരുക്കുന്ന എവിടാ? ക്രൂശിലാ. നമ്മളത് വിശ്വസിക്കുമ്പോൾ നമുക്ക് സ്ഥലം എന്ത് ചെയ്യുക? ലഭ്യമായി തീരുക. ക്രൂശിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് നാമും ക്രൂശിലേക്ക് പോകണം എന്ന് ദൈവവചനം നമ്മളോട് പറയുന്നത്. ഈ ക്രൂശിൽ കർത്താവ് യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ മരിച്ചപ്പോൾ അത് വിശ്വസിക്കുന്ന, രക്ഷിക്കപ്പെടുന്ന ഒരാൾക്ക് ആ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുവാൻ തക്കവണ്ണം അവസരം ലഭ്യമാകുകയാണ്. അങ്ങനെ ആ ക്രൂശിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ആദാമ്യ പാപങ്ങളെല്ലാം എന്ത് ചെയ്തു? മാറ്റപ്പെട്ടു. അതുവരെയുള്ള എല്ലാ പാപങ്ങളും ദൈവം നമ്മളോട് ക്ഷമിച്ചിട്ട് നമ്മളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുകയാണ്. അത് ഈ ലോകത്തിന്റെ കാഴ്ചയിൽ നമ്മൾ പഴയ പുള്ളികൾ തന്നെ, അല്ലേ? നമ്മൾ എത്ര രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും നമ്മുടെ 2 തമ്പാറടിച്ച് നമ്മൾ പഴയ അവിടെ പാടുമ്പോൾ നമ്മൾ പണ്ടെന്തേലും ചെയ്ത ഒരു തെറ്റെന്ത് ചെയ്യും? അവിടെ നിന്ന് കാണുന്നവൻ പറയാം, പിന്നെ അങ്ങനെയൊക്കെ ചെയ്തവനാ, ഇപ്പം വന്ന് തമ്പാറൊക്കെ അടിച്ച് പാട്ട് പാടുക, അല്ലെങ്കിൽ അവൻ വെള്ളവെടുപ്പൊക്കെ ഇട്ട് പോവാന്ന് പറയും. പക്ഷേ നമ്മൾക്കും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾക്ക് വന്ന രൂപാന്തരം, നമ്മൾക്ക് വന്ന മാറ്റം അത് നമുക്കേ അറിയത്തുള്ളൂ. ഈ ക്രൂശിൽ നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടപ്പോൾ ആദ്യമായി സംഭവിച്ചത് നമ്മുടെ ജഡം തകർന്നു. റോമലേഖനം 8:3 വായിച്ച റോമലേഖനം 8:3. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണം കൊണ്ട് നമ്മളെ രക്ഷിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. മുൻപ് ഓർപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ന്യായപ്രമാണ കാലത്താ ജീവിച്ചിരുന്നെങ്കിൽ ഉള്ള ആടിനെയും കാളയെല്ലാം നമ്മൾ ബലിയർപ്പിച്ച് നമ്മൾ പിന്നെയും ബലിയർപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പം പിന്നെയും നമ്മൾ പാപികളായി. ബലിയർപ്പിക്കാൻ പോകുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാവും. പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, ഇതിന് എന്ത് ചെയ്യാൻ പാടില്ല? ശരീരത്തൊരു മുറിവോ ഒന്നും പറ്റത്തില്ല. ഈ ആടിനെയാ വലിയ ബുദ്ധിമുട്ട്. ആടിനെയൊക്കെ നമ്മൾ വലിച്ചാൽ നേരെ തിരിഞ്ഞൊരു കറക്കമാണ്. ഇതിനെ മുറി വെക്കാതെ, ഇതിനൊരു വരിക്കും പറ്റാതെ എന്ത് ചെയ്യണം? ആലയത്തിൽ കൊണ്ടു. ഇതെന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നറിയും. ഇത് പാപം ചെയ്തിട്ട് നമ്മൾ യാഗം ഉറപ്പിച്ച് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പം അടുത്ത പാപം നമ്മൾ മനസ്സിൽ തോന്നിയാൽ മതി. കൂട്ടുകാരനൊരു ഉദ്ദേശം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ യാഗം ഉറപ്പിക്കണം. അതിന് നമ്മളെ നീതീകരിക്കാൻ പറ്റാത്തത് കൊണ്ട്, നമ്മുടെ പാപ സ്വഭാവത്തെ മാറ്റാൻ കഴിയാത്തത് കൊണ്ട് യേശുക്രിസ്തു എന്ത് ചെയ്തു? എല്ലാ ജഡത്തെയും, എല്ലാ മനുഷ്യനെയും നമ്മൾക്ക് കഴിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? യേശുക്രിസ്തു എല്ലാവരെയും കൂടെ കൂട്ടി ക്രൂശിലങ്ങ് മരിച്ചു. ആ പാപ ജഡത്തിന് ശിക്ഷ വിധിച്ചു അതിൽ നിന്ന് രക്ഷിച്ചു. ഇത് നാം വിശ്വാസത്താൽ അനുഭവിക്കണം. ഗലാത്യലേഖനം 2:20 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. ഞാൻ ക്രിസ്തുവിനോട് കൂടെ. നമ്മൾ വിശ്വാസം ഏറ്റുപറയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമായി. വിശ്വാസം ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയമേ ഉണ്ടാകുന്നതല്ല. കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾക്ക് വരുവാൻ കഴിയുകയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? നമ്മളിന്ന് വിചാരിക്കാം എന്ന് രക്ഷിക്കപ്പെട്ടേക്കാം, പുള്ളി എന്ന് ദൈവജനമൊക്കെ പറഞ്ഞല്ലേ, എന്ന് രക്ഷിക്കപ്പെട്ടേക്കാം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ദൈവം നമ്മളോട് ഇടപെടുന്നതാണ് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക്. അത് ദൈവവചനത്തിന് മുമ്പിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. മുൻവിധികളോടെ ദൈവവചനം കേൾക്കുന്നവർക്ക് അതൊരിക്കലും സാധ്യമാകുകയില്ല.
പലപ്പോഴും അവരുടെ ഹൃദയം എന്ത് ചെയ്യുന്നു? കല്ലായി. പിന്നെയും ദൈവവചനം കേട്ടിട്ട് ഇത് ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ട്, പിന്നെ രക്ഷിക്കപ്പെടണോ, ഇത് ഞങ്ങളും കുറച്ച് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് മനസ്സുമായി ഇരുന്നാൽ ഈ മനസ്സെന്ത് ചെയ്യും? കല്ലായി കഴിഞ്ഞിട്ട് ദൈവവചനം ആര് പറഞ്ഞാലും ദൈവം പോലും ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്തില്ല, മാറത്തില്ലെന്നുള്ളൊരു ദൈവം ഇടപെട്ടാൽ മാറും. പക്ഷേ അതിന്റെ കാഠിന്യം, അതിന്റെ കാണിക്കാൻ പറഞ്ഞതാണ്, ദൈവം പോലും ഇടപെട്ടാൽ മാറുകയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ വരും. രക്ഷയുടെ പദ്ധതിയിൽ നിന്ന് നാം എന്ത് ചെയ്യും? മാറും. ഇവിടെ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താലാണ്. ആ വിശ്വാസത്താൽ നാം എന്ത് ചെയ്യണം? അനുഭവിക്കണം. അപ്പോൾ പഴയ മനുഷ്യൻ എന്ത് ചെയ്തു? ജഡമനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. ഇനി നാം പുതിയ മനുഷ്യൻ എങ്ങനെയാണ് വരുന്നത്? പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ആ പുതിയ മനുഷ്യനിലേക്ക് ദൈവം പകരുകയാണ്. പഴയ കാലങ്ങളിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ചിന്തകൾക്കനുസരിച്ചാണ് നാം ജീവിച്ചതെങ്കിൽ പുതിയ മനുഷ്യന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിലാണോ നാം ജീവിക്കുന്നത് എന്ന് നാം ഒന്ന് പരിശോധിക്കണം. മാത്രമല്ല, ക്രൂശിക്കപ്പെട്ടപ്പോൾ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-15 ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ വായിക്കാം. അതിക്രമങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വാക്ക്. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തുമായിച്ചു ക്രൂശിൽ തറച്ച് നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു. നമുക്കെതിരെ ഒരു കൈയെഴുത്തുണ്ടായിരുന്നു, നമുക്കെതിരെ ഒരു ശിക്ഷയുണ്ടായിരുന്നു. ആ ശിക്ഷയെ, അതിനെ കർത്താവ് മായ്ച്ചു കളഞ്ഞു. എപ്പോൾ? ക്രൂശിക്കപ്പെട്ടപ്പോൾ. 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. നമ്മൾ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള വാക്കുകളുണ്ട്, ഓടിച്ചങ്ങ് വിടുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾക്കെതിരെ ഉണ്ടായിരുന്ന കൈയെഴുത്തു മായ്ച്ചു. മാത്രമല്ല, നമ്മൾക്ക് എതിരെ ശാപമുണ്ടായിരുന്നു, ആ ശാപവും എന്ത് ചെയ്തു? ഗലാത്യലേഖനം 3:13 വായിക്കുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മളെ വിലയ്ക്കു വാങ്ങി. നമ്മുടെ മേൽ ശാപമുണ്ടായിരുന്നു, ആ ശാപത്തെ കർത്താവ് മായ്ച്ചു കളഞ്ഞു. ജഡം തകർന്നു, ശാപത്തെ മായ്ച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ഒരാളെ ആര് ശപിച്ചാലും എന്ത് ചെയ്യണ്ട, നമ്മളൊന്നും പേടിക്കേണ്ട, ശാപം നമുക്ക് ഫലിക്കില്ല. രക്ഷിക്കപ്പെട്ടിട്ടില്ലേ, ശപിച്ചാൽ ആ ശാപം ഫലിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരാളുടെ മേൽ എന്തില്ല? ശാപമില്ല. ഈ ലോകത്തിന്റെ ഒരു ശാപവും, ഇവിടെ അയലോക്കക്കാരൻ നമ്മൾ മുടിഞ്ഞു പോകുന്നത് പ്രാർത്ഥിച്ചാൽ ഒന്നും പേടിക്കണ്ട, അവൻ മുടിയല്ലാതെ നമ്മൾക്കൊന്നും സംഭവിക്കില്ല. രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ശാപം ഉണ്ടാകുകയില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മരണത്തിൻ്റെ പങ്കാളിത്തം നമുക്ക് കിട്ടി. ക്രൂശിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, നാം പലർക്കും എന്ത് ചെയ്തില്ല, അറിയുകയില്ല. ക്രൂശിൽ വാക്യങ്ങളൊക്കെ വായിച്ച് നമ്മൾ പോവെങ്കിലും പലരും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ക്രൂശിൽ നമുക്ക് മരണത്തിന്റെ പങ്കാളിത്തം കിട്ടി. നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം, ഇപ്പം ഞാൻ സാജൻ ബ്രദർ കുക്ക് ചെയ്യാം, ഞാൻ പറയാം ഞാനിവിടെ ഇന്ന് വരാം, പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും? കിട്ടുന്നതിന്റെ ഒരു ചെറിയ തുക എനിക്ക് തരും. ഇതാ പങ്കാളിത്തം. യേശു ക്രിസ്തു മരിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ മരണത്തിന്റെ പങ്കാളികളായി. എങ്ങനെയാ പങ്കാളികളായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളായില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല. അത് ആദാമിന്റെ പാപ ജീവിതത്തിലാണ് ജീവിക്കുന്നത്. വായിക്കാം, റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം, അത് വായിക്കണം. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. യേശുക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം. അപ്പോൾ യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് എന്തുള്ളത്? സ്നാനം. അല്ല, നമ്മൾ പള്ളി ചേരാനല്ല. പലരും വിശ്വസിക്കുന്നത് നമ്മൾ പള്ളി ചേരാനാ സ്നാനം. പള്ളി ചേരാനല്ല, അങ്ങനെ ബൈബിളിലേ ഇല്ല, അങ്ങനെ ഒരു വാക്യം പോലും ഇല്ല. സഭയോട് ചേരും. സഭ എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കപ്പെട്ട് വീണ്ടും എടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. അല്ലാതെ നമ്മുടെ ഈ ലോകത്തിലെ ഒരു സഭയും, IPC ആണെങ്കിലും AG ആണെങ്കിലും സമർത്തോമയാണെങ്കിലും CSI ആണെങ്കിലും സഭയല്ല. അത് ഈ ലോകത്തിലെ ഡിനോമിനേഷനുകളാണ്. സഭകൾ എന്ന് പറയുന്നതെല്ലാം ഡിനോമിനേഷനുകളാണ്. സഭ എന്ന് പറയുന്നത്
കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് വീണ്ടെടുക്കപ്പെട്ടവരുടെ സമൂഹമാണ്. അത് ഈ ലോകത്തിലെ മുഴുവൻ ആളുകളും കൂടുന്നതാണ് ഈ സഭ എന്ന് പറയുന്നത്. അതിനോട് ചേരുവാനാണ് നാം എന്ത് ചെയ്യുന്നത്? സ്നാനമേറ്റത് എന്ന് പറഞ്ഞാൽ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളിവിടെ വാക്യം വായിച്ചല്ലോ, യേശു ക്രിസ്തുവിനോട് ചേരുവാനാണ് നാം സ്നാനമേറ്റത്. എങ്ങനെയാണ് ചേരുന്നത്? സ്നാനം എങ്ങനെയാണ്? മരിച്ച് അടക്കപ്പെട്ട് ഉയർക്കുന്നതിന്റെ പ്രതീകമാണ്. സ്നാനമേറ്റവരായ നാം എല്ലാം മരണത്തിൽ പങ്കാളികളാണ്. മനസ്സിലാകുന്നുണ്ടോ? യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ പ്രതീകമായി നാം ചെയ്യുന്നതാണ് സ്നാനം. അല്ലാതെ നമ്മൾ പള്ളി ചേർക്കണമെന്നവരെല്ലാം സ്നാനപ്പെട്ടവരെ മാത്രമേ ചേർക്കത്തുള്ളൂ എന്നൊക്കെ നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള കാര്യമല്ല. യേശുക്രിസ്തു മരിച്ചു, കല്ലറയിൽ വെച്ചു, ഉയർത്തെഴുന്നേറ്റു. അതിൻ്റെ പ്രതീകാത്മമായി നമ്മൾ ചെയ്യുന്നതാണ്. ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്, അങ്ങനെ ചെയ്യണം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സ്നാനം ഏറ്റവരായ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ മരണത്തിൽ ആ സ്നാനമേൽക്കുന്നത് എങ്ങനെയാണ്? കർത്താവെ അങ്ങനെ രക്ഷിച്ചു, അങ്ങന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ സ്നാനപ്പെടുവാൻ കഴിയൂ. അതായത് ഇപ്പം ഷാനോട് പറഞ്ഞാൽ ഷാൻ അത് മനസ്സിലാക്കാനുള്ള പ്രായമുണ്ട്. അതേസമയം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, അവർക്ക് മനസ്സിലാക്കുവാനുള്ള പ്രായമില്ല. അത് അവരുടെ കാര്യം കർത്താവ് നോക്കിക്കോളും. ദൈവവചനത്തെക്കുറിച്ച് ബോധ്യമുള്ള അല്ലെങ്കിൽ അറിവ് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരാളാണ് എന്ത് ചെയ്യേണ്ടത്? സ്നാനപ്പെടേണ്ടത്. എന്താണെന്ന് സ്നാനം എന്തിന് ആണെന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കാതെ സ്നാനപ്പെട്ടിട്ട് കാര്യമില്ല. പണ്ടൊക്കെ ഈ പെന്തക്കോസ്ത് സഭകളുടെ ഒക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പിള്ളേർ ഇങ്ങോട്ട് വന്നിട്ട് ഒരു 10, 15, 18 വയസ്സാകുന്നതിന് വാടാ സ്നാനപ്പെടാന്ന് പറഞ്ഞ് ഉപദേശിമാരെല്ലാം കൂടെ പിടിച്ച് സ്നാനപ്പെടുത്തും. ഇവരെന്തിനാ സ്നാനപ്പെട്ടത് എന്നൊന്നും ഇവർക്ക് അറിയത്തില്ല. ഇവർ പഴയ പടി തന്നെ എന്ത് ചെയ്യും? അങ്ങനെ പോകും. സ്നാനപ്പെടുന്നത് എന്തിനാ? യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പങ്കാളിത്തം, അതിനോട് നമ്മൾ ചേരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു പങ്ക് എനിക്ക് കിട്ടുക, അതാണ് സ്നാനം എന്ന് പറയുന്നത്. റോമലേഖനം 6:14 ഇങ്ങനെ വായിക്കുന്നു, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കും. അപ്പൊ നമ്മൾ ക്രൂശിക്കപ്പെട്ടപ്പോൾ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ലോകമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് ക്രൂശിക്കപ്പെട്ടതിൻ്റെ പരിണിത ഫലം. ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്തിലെ ലോകമല്ല, സാത്താന്യ ലോകത്തിൽ, അതാണ് സാത്താൻ ഭരിക്കുന്ന ലോകമുണ്ട്. അവിടെയാണ് ദുഷ്ട മനസ്സുകൾ ഉണ്ടാകുന്നത്, ദുഷ്ടത ഉണ്ടാകുന്നത്. അതിൽ നിന്ന് എന്ത് ചെയ്തു? അതിൽ നിന്ന് ഒരു വേർപാടുണ്ടാകുകയാണ്. ഇതാണ് ക്രൂശീകരണം. അതെങ്ങനെ സാധിക്കുന്നു? നമ്മൾ വിശ്വസിച്ച് സ്നാനപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് അത് സാധിക്കൂ. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ പ്രതീകമാണ് സ്നാനം എന്ന് നാം പറഞ്ഞല്ലോ. അങ്ങനെ ആ സ്നാനത്തിൻ്റെ പങ്കാളിത്തം നമുക്ക് കിട്ടി. ആ പങ്കാളിത്തം കിട്ടിയത് വഴി പാപവുമായിട്ടുള്ള എല്ലാ ബന്ധവും നമ്മൾ വിച്ഛേദിച്ചു. നാം പരിശോധിക്കുമ്പോൾ ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പാപത്തിൻ്റെ വലിയ പ്രതിസന്ധി, വലിയ പ്രഷർ നമുക്കുണ്ടാകും. നാം അതിനെ അതിജീവിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ് ദൈവജനം നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് നാം അവനോട് ചേർന്ന് ക്രൂശിക്കപ്പെട്ടപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ നാളും വരെ ദൈവം നമ്മളെ കണ്ടിരുന്നത് ആദാമിൻ്റെ സന്തതികളായിട്ടാണ്. ഇത് നോക്കുമ്പോൾ പാപം ചെയ്തു പോകുന്ന ആദാമിൻ്റെ സന്തതിയാണ്. എന്നാൽ നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെ കാണുന്നത് ക്രിസ്തുയേശുവിലാണ്. ക്രിസ്തുയേശുവിൽ കൂടിയാണ് നമ്മളെ കാണുന്നത്. അതാണ് ഞാൻ മുമ്പ് ചില ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞ ദൈവം നോക്കുമ്പോൾ എന്താണ്? ഈ കാൽവരി കുലക്കളത്തിൽ കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. നമ്മുടെ പാപങ്ങളെല്ലാം എന്ത് ചെയ്തു? അവിടെ കഴുകി മായിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് നമ്മളോട് ദൈവം ശിക്ഷ നൽകാതെ നമ്മളെ രക്ഷിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്. കഴിഞ്ഞ നാൾ വരെ നമ്മളറിയാതെ നമ്മൾ പള്ളി വരുന്നുണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ജീവിച്ചിരുന്നത് ആദാമിൻ്റെ സന്തതികളായിട്ട് തന്നെയാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരാൾ, സ്നാനപ്പെടുന്ന ഒരാൾ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്. നമ്മുടെ ആദാമിൽ ദൈവത്തിന്റെ ജീവൻ ഉണ്ടായിരുന്നു. എന്നാൽ പാപം ചെയ്തപ്പോൾ ആ ദൈവ തേജസ് അവന് നഷ്ടമായി. ആ ജീവൻ നമുക്ക് തിരികെ തന്നത് ക്രൂശിലാണ്. ആ ക്രൂശിനെ നമ്മൾ, ആ കർത്താവിനെ നമ്മൾ
ആരാധിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യണം. ഇതിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. നമ്മൾ ഏകീഭവിച്ചു. കർത്താവിൻ്റെ പ്രായശ്ചിത്ത രക്തം നമ്മൾക്ക് വേണ്ടി ഒഴുക്കി ക്രൂശിൽ മരിച്ച നമ്മളും കർത്താവിനോട് കൂടെ മരിച്ചപ്പോൾ ആ മരണത്തിൽ നമ്മളെയും അങ്ങ് കൂട്ടിച്ചേർത്തു. ഇങ്ങനെ കർത്താവിനോട് ചേർന്ന് ക്രൂശിക്കപ്പെടാത്ത നമ്മളെന്ത് ചെയ്തു? കർത്താവുമായിട്ട് ഒട്ടിച്ചങ്ങ് വെച്ചേക്കുക, ഏകീഭവിച്ചു. നമ്മൾ കർത്താവിനോട് കൂടെയാണ്. കർത്താവ് പോകുന്ന വഴികളിലാണ് നാം പോകേണ്ടത്. അതാണ് ഏകീഭവിക്കുക. വാക്യമുണ്ടായിരുന്നു, നമുക്ക് സമയമില്ല. അപ്പോൾ വായിക്കാം. റോമലേഖനം 6-ാം അധ്യായം 5-ാം വാക്യം എന്ന് വായിച്ചാൽ. റോമലേഖനം 6-ാം അധ്യായം 5. പിതാവിന്റെ മഹിമയെ ജീവിച്ചിരിക്കുന്നത് പോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ നാം അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ, മരണത്തിൽ ഏകീഭവിച്ചോ? കർത്താവിനെ വിശ്വസിച്ച് കർത്താവെ അങ്ങനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ച് സ്നാനമേൽക്കുമ്പോൾ കർത്താവിന്റെ മരണത്തിൽ നാം ഏകീഭവിച്ചു. അങ്ങനെ ഏകീഭവിച്ചവരാണെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തിൽ ഏകീഭവിക്കും. ഒറ്റ വാക്കി പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിക്കും. ആ ഏകീഭവിച്ചവർക്ക് മാത്രമേ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും കർത്താവ് വരുമ്പം മേളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഏകീഭവിച്ചവർ മാത്രമേ പോകത്തുള്ളൂ. നമ്മളിവിടെ വന്ന് പാട്ടുപാടി നമ്മളിവിടെ ചെയ്യാൻ പറ്റുന്ന എത്ര നന്മകൾ ചെയ്തെന്ന് പറഞ്ഞാലും, ഒരു പ്രാർത്ഥന പോലും മുടക്കാതെ നമ്മൾ ജീവിച്ചെന്ന് പറഞ്ഞാലും, കർത്താവിൻ്റെ മരണത്തോട് ഏകീഭവിച്ചില്ലെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുകയില്ല. ഏകീഭവിച്ചവർ കർത്താവിനോടുകൂടെ നിത്യതയിൽ യുഗായുഗം വാഴുമ്പോൾ, ഏകീഭവിക്കാത്തവർ എന്ത് ചെയ്യും? നരകത്തിൽ. അവിടെ നിത്യതയാ, അവിടെ ഒരു കാലം അവസാനിക്കത്തില്ല. ആ നിത്യതയിൽ എന്ത് ചെയ്യും? അങ്ങനെ വിഷമിച്ച് അവിടെ എന്താണ് കരച്ചിലും പല്ലുകടിയും തീപ്പൊയ്ക, ചൂടോട് ചൂടാ, അതിൻ്റെ ഇടയ്ക്ക് പുഴുവുണ്ട്. അവിടെ കിടന്ന് വേകുന്നതാണോ നല്ലത്? കരച്ചിലും പല്ലുകടിയും ഒക്കെ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല അടി കിട്ടുമെന്നാണ് സാരം. പരസ്പരം അടി ബഹളമൊക്കെ ഉണ്ടാകുന്ന അല്ലേ? പല്ല് കടിക്കുമ്പം പല്ല് കടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടെന്ന് തന്നെ അല്ലേ? ചൂട്. നിത്യതയിൽ കർത്താവിനോട് കൂടെ നമുക്കായിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ ക്രൂശിനോട് ഏകീഭവിക്കുന്നത് എങ്ങനെയാണ്? സ്നാനത്താൽ മരിച്ച് കർത്താവിൻ്റെ കൂടെ ഏകീഭവിച്ചാൽ മാത്രമേ, ഏകീഭവിച്ചുകൊണ്ട് മാത്രം നടക്കത്തില്ല, അത് കഴിഞ്ഞിട്ട് ദൈവവചനത്തിനനുസൃതമായ വിശുദ്ധ ജീവിതം നയിച്ചാൽ മാത്രമേ പുനരുത്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ജീവിക്കാൻ. എനിക്ക് താല്പര്യമില്ല, എനിക്കതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവർ ഉൾപ്പെട്ടിട്ടില്ല. നമ്മൾ പള്ളിയിൽ പോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷെ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവരില്ല എന്ന് തന്നെ. നിത്യതയുടെ പദ്ധതിക്കകത്തില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം എന്ത് തന്നെയാണെങ്കിലും അത് വെറുതെയാണ്. അതിന് ഈ ലോകത്ത് ചിലപ്പോൾ പ്രതിഫലം കിട്ടും, അങ്ങേ ലോകത്തിൽ ഒന്നും കിട്ടത്തില്ല. അങ്ങേ ലോകത്ത് ചെല്ലുന്നില്ല, പിന്നെ അങ്ങനെ പ്രതിഫലം കിട്ടും. ക്രിസ്തുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കാത്ത ആർക്കും പുനരുത്ഥാനത്തിൽ ഏകീഭവിക്കുവാൻ കഴിയുകയില്ല. കർത്താവിനോട് കൂടെ പുനരുത്ഥാനത്തിൽ ഏകീഭവിക്കുവാൻ കഴിയുകയില്ല. ഇതാണ് ക്രൂശ്. നമ്മുടെ ജഡം തകർന്നു, ക്രിസ്തുവിൻ്റെ പങ്കാളിത്തം കിട്ടി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ നമ്മളത് വിശ്വസിച്ചപ്പോൾ നമുക്ക് ലഭ്യമായ കാര്യങ്ങളാണ്. ഇനിയും സ്നാനപ്പെടുന്ന ഒരാളോട് നമ്മൾ ഈ സന്ദേശങ്ങൾ കൈമാറണം. അല്ലാതെ ചെന്ന് സ്നാനപ്പെടണം എന്ന് നമ്മൾ പറയുകയല്ല. എന്തുകൊണ്ട് സ്നാനപ്പെടണം? ക്രിസ്തുവിൻ്റെ പങ്കാളിത്തം കിട്ടുന്നു. ആ പങ്കാളിത്തം കിട്ടിയവർക്ക് മാത്രമേ പുനരുത്ഥാനത്തിലും പങ്കാളിയാകുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ഇതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ്. ഇത് വിശ്വസിച്ചാണോ? പഴയ കാലങ്ങളിലൊക്കെ നിന്നവരുണ്ട്, ഇക്കാലത്തും നിൽക്കുന്നവരുണ്ട്, ഇല്ലേ? ഇത് വിശ്വസിച്ചാണോ? ഇത് മനസ്സിലാക്കിയാണോ ക്രൂശിന്റെ മുമ്പിൽ നിന്ന്? ഇത് മനസ്സിലാക്കിയാണോ ക്രൂശും തൂക്കി നമ്മൾ നടന്നത്? ഇതും കരുതിയാണോ വീടുകളിൽ നമ്മൾ കുരിശു വെച്ചത്? എന്താണ് ക്രൂശ്? ഹല്ലേലൂയ! ഇതിന്റെ ഒരു വലിയ പ്രതിസന്ധി, പിശാചിന്റെ വലിയ പദ്ധതി ഇതിനകത്ത്. പിശാച് ക്രൂശിന്റെ ആ യഥാർത്ഥ സത്യം മനസ്സിലാക്കാതെ മനുഷ്യൻ എന്ത് ചെയ്യും? തെറ്റിദ്ധരിച്ചേക്കുക. ഒരു ലോകത്തിൽ തടിക്കൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയൊരുക്കുന്ന ഒരു കുരിശിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചിട്ട് യഥാർത്ഥ സംഭവത്തെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? മാറ്റിക്കളയും. പിശാചിന്റെ വലിയ പദ്ധതികളാണ്. നോക്കുമ്പോഴെന്താണ്? നല്ലതാണ് കുരിശിൽ വന്നിക്കുന്നത്, കർത്താവ് കുരിശ് കിടന്നല്ലേ മരിച്ചത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നല്ലതായി തോന്നും. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? പിശാച് യാഥാർത്ഥ്യത്തിൽ നിന്ന് മനുഷ്യനെ മായ്ച്ചു. 1 കൊരിന്ത്യർ ലേഖനം 2:23 പറയുന്നു, ഞങ്ങളോ
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങളൊക്കെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാകണം. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ല, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവിടെ ഉണ്ട്, നമുക്കറിയാം. പക്ഷേ സംഭവം നടന്നതല്ല എവിടാണ്? എല്ലാ കാര്യങ്ങളും നടന്നത് ക്രൂശിലാണ്. ആ ക്രൂശില്ലാതെ ഉയർപ്പില്ല. ആ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ നാമും ക്രിസ്തുവിനോടുകൂടെ നിത്യതയിൽ കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേരുവാൻ തക്കവണ്ണം സഹായിക്കട്ടെ. കേട്ട വചനം ഒഴുകിപ്പോകാതെ വണ്ണം നമ്മുടെ ഹൃദയങ്ങളിൽ സംഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകൽക്കാലം ദൈവം നമ്മളെ ഇത്രത്തോളം സമയം അനുഗ്രഹിച്ചതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണമില്ല. ഇതിന് ഹല്ലേലൂയ മറുതലിച്ചു നിൽക്കാതെ ഹല്ലേലൂയ കേൾക്കുന്ന ദൈവവചനത്തെ ഏൽപ്പിച്ചെടുത്തുകൊണ്ട്, കർത്താവെ ഇന്ന് കേട്ട വചനം കർത്താവെ അതെന്നോട് ഇടപെടണമേ, അതെൻ്റെ ജീവിതത്തിൽ പരിണാമങ്ങൾ ഉണ്ടാക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവനോടുകൂടെ മരണത്തിൻ്റെ പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം ഈ ഇരിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. ആയവർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആയവർ വലിയ നിലയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ തക്കവണ്ണം, പാപരഹിതമായ ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം, ആദാമിന്റെ പാപത്തിൽ നിന്ന് വിട്ടു ജീവിപ്പാൻ തക്കവണ്ണം, ക്രിസ്തു യേശുവിന്റെ ജീവനിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിച്ച് ആശീർവാദം.